ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കുക. ഒരു 10-12 കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 10 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിലക്കടലയും വറ്റൽമുളകും ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് കൊപ്ര ചേർത്ത് കൊടുക്കാം. കൊപ്ര ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊള്ളൂ. അതിനുശേഷം കുറച്ച് സമയം എടുത്ത് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനിവിടെ ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ 8 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സവോള അരിഞ്ഞതും അതേപോലെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സവോളയുടെ മുകളിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ സാധിക്കും. ഗ്യാസ് ഫ്ലെയിം മീഡിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കേണ്ടത്. 3 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയും ഉള്ളിയും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് സോഫ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ടൊമാറ്റോയും ഉള്ളിയും ഒക്കെ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിട്ട് മിക്സിൻ്റെ കൂടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറും ബാക്കിയുള്ള തേങ്ങാ ചമ്മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് ആയിരിക്കും കഴിക്കാൻ നമ്മൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുക. കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും അതേപോലെ ജേണി ചെയ്യുന്നവർക്ക് ക്യാരി ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.